രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി വരാം. അവിടെ നമ്മുടെ പ്രതിനിധി അല്ലമീനുണ്ട്. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. വലിയ ആവേശം നിറച്ച ഒരു കൊട്ടിക്കലാശവും പ്രചരണവുമാണ് കഴിഞ്ഞത്. ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാരെത്തുന്ന ദിനമാണ്. രാഹുൽ ഏതു ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ദർശനം നടത്തുന്നത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ തന്നെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങി 5:30 ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയും ഇപ്പോൾ DCC പ്രസിഡന്റ് തങ്കപ്പനും അതുപോലെ തന്നെ KPCC സെക്രട്ടറി ചന്ദ്രനുമൊപ്പം ഇപ്പോൾ മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ദർശനത്തിനായി അകത്തേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ദർശനം നടത്തിയിട്ടാണ് രാഹുൽ ഇന്ന് പര്യടനം എന്ന് പറയുമ്പോൾ രാഹുലിന് മണ്ഡലത്തിൽ വോട്ടില്ല. അദ്ദേഹം ഇന്ന് എല്ലാ പോളിംഗ് ബൂത്തുകളിലും സന്ദർശിക്കുന്നുണ്ട്. ഈ മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് നേരെ പോകുന്നത് മണപ്പുള്ളിക്കാവ് സ്കൂളിലേക്കാണ്. അവിടെയാണ് ഷാഫി പറമ്പിലിന്റെ ബൂത്ത്. അവിടെയാണ് ഷാഫി പറമ്പിൽ 7 മണിക്ക് അവിടെ ഒരു വോട്ട് രേഖപ്പെടുത്താനെത്തും. അപ്പോൾ ഷാഫിക്കൊപ്പം രാഹുലും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് ബൂത്തുകളിലേക്കും പോവുക. ആദ്യ ബൂത്ത് എന്ന് പറയുന്നത് മണ്ഡലത്തിലെ മുൻ MLA കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഷാഫി പറമ്പിലിന്റെ ബൂത്ത് സന്ദർശിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് മറ്റ് ബൂത്തുകളിലേക്ക് പോവുക. ഒപ്പം VK ശ്രീകണ്ഠൻ MPയും KPCC സെക്രട്ടറി ചന്ദ്രനും ഒപ്പം DCC പ്രസിഡന്റ് തങ്കപ്പനുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുമ്പോൾ രാഹുലിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശക്തമായിട്ടുള്ളൊരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ രീതിയിൽ ഉറ്റുനോക്കപ്പെടുന്ന ഒരു മണ്ഡലം, പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലം. അവിടെ അവകാശവാദങ്ങൾ എല്ലാവർക്കും ഒരുപോലെയുണ്ട്. പക്ഷേ ആര് വാഴും ആര് വീഴും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ്. ഏതായാലും പാലക്കാട്ടുകാർ അവരുടെ മനസ്സിലൊന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ആ വിധി അവരെന്ന ബാലറ്റ് യൂണിറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യും. 23 വരെ ആ ഫലം അറിയുന്നതിനെ കാത്തിരിക്കുകയും വേണം. ആ കാത്തിരിപ്പ് ഒരുപക്ഷേ സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ രാഷ്ട്രീയ കേരളത്തിൽ തന്നെ 3 ദിവസമാണെങ്കിലും വല്ലാത്ത കാത്തിരിപ്പായിരിക്കും. അത്രമേൽ ട്വിസ്റ്റുകളും സൂപ്പർ ട്വിസ്റ്റുകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രചരണമാണ്. ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ പോലും കാണാത്തത്ര ഒരു പ്രചരണ കോലാഹലങ്ങളാണ് കഴിഞ്ഞ 1.5 മാസം പാലക്കാട് നമ്മൾ കണ്ടത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്നതാണ്. മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിൽ തന്നെയായിരിക്കും സരിനും രാവിലെ ക്ഷേത്ര ദർശനം നടത്തുക. അല്പസമയത്തിനുള്ളിൽ സരിനും ക്ഷേത്ര ദർശനത്തിനായി മണപ്പുള്ളിക്കാവിൽ എത്തും. C കൃഷ്ണകുമാറും ക്ഷേത്ര ദർശനത്തോടു കൂടിയായിരിക്കും ഇന്നത്തെ നിശബ്ദ പര്യടനത്തിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് ദിവസമുള്ള പ്രചരണം തുടങ്ങുക.